ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റു. 4 മണിയായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ എഴുന്നേറ്റ് പിന്നീട് ഉറങ്ങാൻ നിന്നാൽ പിള്ളേർക്ക് ക്ലാസ് പോകേണ്ടതാണ്. അപ്പോഴേക്കും എഴുന്നേൽക്കാനാവില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ മക്കൾ പോയതിന് ശേഷം കിടന്നുറങ്ങാം. പീരീഡ്സിൻ്റെ ടൈം ആയതുകൊണ്ട് വരയ്ക്കാനും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ആ സമയത്ത് ഉറങ്ങാം എന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമുക്കുണ്ടല്ലോ ഒരു പരിപാടി, നമ്മുടെ Q&A പോലെ എന്ന് പറയാനും പറ്റില്ല, എന്നാലോ നമ്മുടെ ചോദ്യത്തിനുള്ള ആൻസർ കൊടുക്കുക നിങ്ങളുടെ ചോദ്യത്തിനുള്ള ആൻസർ തരിക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. അപ്പം ഇത് ഒരുപാട് മെസ്സേജ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. പക്ഷേ എല്ലാം ഞാൻ വായിക്കൂല. ആദ്യമേ തന്നെ പറഞ്ഞുതരാം, മംഗ്ലീഷ് വായിക്കാൻ ഞാൻ നിൽക്കൂല. എന്നെക്കൊണ്ട് പറ്റുന്ന കേസല്ല അത്. മലയാളം ഞാൻ വായിക്കും. അതും ഒരു അരമണിക്കൂറിന് മാത്രമേ വീഡിയോ ഞാൻ വെക്കുള്ളൂ. അതിലേക്കും കൂടുതൽ വെച്ചാൽ നിങ്ങൾക്കും എനിക്കും ഒരേപോലെ ബോറടിക്കും. ചിലപ്പോൾ ബോറടിക്കില്ലായിരിക്കാം, പക്ഷേ എനിക്ക് സംസാരിക്കുന്നതിലൊക്കെ ഒരു പരിധിയില്ലേ, അതുകൊണ്ടാണ്. അപ്പം ഞാൻ തംബ്ലൈന് കൊടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ, ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഞാൻ ഈ പറഞ്ഞ തംബ്ലൈന് വെച്ചിട്ടിരിക്കുന്ന വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് എന്താണ് ഞാൻ പറയുന്നത്, എന്തിനാണ് പറയുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. അതും ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ തംബ്ലൈന് കൊടുത്തിരിക്കുന്നത് മുത്തപ്പനെ തൊട്ടാ ജസ്റ്റിന് ചോദിക്കുക തന്നെ ചെയ്യും, അത് ഏത് ഡേഷ് മോൻ ആണെങ്കിലും എന്നുള്ള ഒരു വീഡിയോൻ്റെ കമൻറ്റുകളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് കമൻറ്റിലേക്ക് കിടക്കാം. അതേ ഓട്സ് ഇത്ര ക്രീമി. ഇതിലും ഞാൻ പറഞ്ഞല്ലോ, ചിരിക്കാനും ചിന്തിപ്പിക്കാനും തെറി കേൾക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ എന്താ പറയാനുള്ളതെന്നും കൂടി ഒന്ന് നമുക്ക് നോക്കാം. യസീറ എന്നാ യസീൻ എന്നാട്ടോ, സോറി. ചെവിയിലൊക്കെ കാതിൻ്റെ പരസ്യമാണല്ലോ എന്നോ. ചെവിയിലൊക്കെ കാതിൻ്റെ പരസ്യമാണല്ലോ. ചെവിയിലല്ലാതെ വേറെ എവിടെയെങ്കിലും കാത് കുത്താൻ പറ്റുമോ? അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണതേ. എൻ്റെ ചെവിയിൽ കാതിൻ്റെ പരസ്യം തന്നെയാണ്. അത് ചെവിയിലല്ലാതെ വേറെ എവിടെയും കുത്താൻ പറ്റൂല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ. പിന്നെ യെനുസ് എന്തോ ഫേക്ക് ഐഡിയ പോടി. താങ്ക് യു. എങ്ങോട്ടാ പോകേണ്ടതെന്നൂടെ ഒന്ന് പറയണം. ട്രെയിനാണെങ്കിൽ ടിക്കറ്റും കൂടി ഒന്ന് എടുത്ത് തരണം. അല്ലാതെ ഇപ്പം എൻ്റെ കയ്യിൽ സാമ്പത്തികമായിട്ട് കുറച്ച് ക്യാഷ് കുറവാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഞാൻ വല്ല അവിടെ കാശ്മീരിലോ അവിടെയൊക്കെ പോയിട്ടാ വരണമെന്ന് വിചാരിച്ചാൽ ഒന്നും ഇപ്പോൾ നടക്കുന്ന കേസല്ല. എന്താ ഐസലിനോ? കമൻറ്റ് ബോക്സ് നോക്കിയില്ല ഇവൾ. നോക്കാമല്ലോ, സമയമുണ്ടല്ലോ. നിങ്ങളിങ്ങനെ കമൻറ്റ് എഴുതി വിടുന്നതെന്ന് വിചാരിച്ചിട്ട് എൻ്റെ സമയവും ഈ സാഹചര്യത്തോട് നോക്കിയിട്ട് വേണ്ടേ എനിക്ക് മറുപടി തരാൻ. അല്ലാതെ നിങ്ങളുടെ സമയവും സാഹചര്യവും നോക്കിയിട്ട് തന്നെ എനിക്ക് മറുപടി അയക്കാൻ പറ്റുമോ? സുക്കൂർ, നീ ഇതുവരെ ചത്തില്ലേ? എൻ്റെ സുക്കൂർക്കാ, ഞാൻ ചത്താ ഞാനിവിടെ ഇങ്ങനെ കുത്തിരിക്കുമോ? നിങ്ങൾ തന്നെ പറ. ഞാൻ ഏതെങ്കിലും പാലക്കൊമ്പ് പോയിട്ട് നീയലായി കൂടെ വരൂ ഈ നീലരാവിൽ എന്ന് പാടിക്കൊണ്ടിരിക്കൂലേ പാലക്കൊമ്പ് കുത്തിരുന്നിട്ട്? ഞാൻ ഇവിടെ വന്നിട്ട് സുക്കൂർക്കാക്ക് മറുപടി തരാൻ നിൽക്കുമായിരുന്നോ? ഇനി അടുത്തത് അബൂബക്കർ, നീ അരുണിൻ്റെ എന്താ ഞാൻ മുത്തപ്പൻ്റെ ഈ പറഞ്ഞതിൻ്റെ ബാലൻസ് അവനിട്ടതാണ്. അത് അരുണിൻ്റെത് വെച്ചിട്ട് എനിക്കത് പറയാൻ താല്പര്യമില്ല. അടുത്തതും അബൂബക്കർ. സലീമോ, അരുണേട്ടൻ പോടി നുണച്ചി.
ഓ ആയിക്കോട്ടെ. ഒന്ന് പോടി പൂരി മോളെ. ഒക്കെ ഇയാളാട്ടോ ഇടുന്നത്. ലുബിന ഷെരീഫ്, ഒന്ന് പോടി, വല്ല പണിക്കും പോയിക്കൂടെ. എൻ്റെ പൊന്നാര ലുബിന ഷെരീഫെ, 4 മണി, നട്ടപ്പുലർച്ചെ 4 മണിയല്ല 4:30 മണിക്ക് കുത്തിരിഞ്ഞ് നിങ്ങളെ കമൻറ്റിന് മറുപടി തരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ? ഞാൻ ചെയ്യുന്നത് എൻ്റെ ജോലിയാണ്, ഇതിന്ന് എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട് ലുബിന. ഞാൻ എൻ്റെ കുടുംബം പോറ്റുന്ന എന്ന് പറയൂല, യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ഞാൻ കുടുംബം അരി വാങ്ങാൻ ഇതുവരെ പോയിട്ടില്ല. നാളെ പോകുമെന്നുള്ളത് എനിക്കറിയില്ല, ഇതുവരെ പോയിട്ടില്ല. ഉഷക്ക് എന്നോ, അയാൾ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നീ അങ്ങോട്ട് വരുമോ? ഇങ്ങോട്ട് വരുമോന്ന്? നിൻ്റെ അച്ഛൻ്റെ അവിടേക്കോ? അച്ഛൻ്റെ അവിടേക്കുള്ള എന്തൊന്ന് ഗൂഗിൾ മാപ്പ് ഒന്ന്, അല്ല ഇതൊന്ന് ലൊക്കേഷൻ ഒന്ന് ഗൂഗിൾ മാപ്പ് ഒന്ന് ഷെയർ ചെയ്ത് തന്നേക്ക്, ഞാൻ വന്നേക്കാട്ടോ. നിൻ്റെ അച്ഛനെ കാണാനല്ലേ ചത്ത് കിടക്കുക. 786 സഫു മോൾ, പോടി കിളവി, കുറേ ഒച്ചയും ബഹളവും വെച്ചു സാമി ഇരിക്കുന്നിടത്ത് നിന്നും അനങ്ങിയതില്ല തള്ളേ. അവൻ അനങ്ങിയ അവന് തല്ല് കിട്ടുന്ന അവന് നന്നായിട്ടറിയാം. പിന്നെ ഏതെങ്കിലും ഒരു വീഡിയോക്ക് അവന് കമൻ്റ് ഇടാനുള്ള ധൈര്യം നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഫേസ്ബുക്ക് ഒന്ന് അരിച്ച് പെറുക്കി നോക്കി. എന്തേ അവനാ നിന്ന സ്ഥലത്ത് നിന്ന് പൊങ്ങിയാലേ അവൻ്റെ തുണി നനഞ്ഞത് നാട്ടുകാർ കാണും. അതുകൊണ്ടാണ് അവൻ അനങ്ങാതിരുന്നത് കേട്ടോ. പിന്നെ എന്താ നാസിർ, സഹിച്ചോ? ഓ ഞാൻ സഹിച്ചോളാം. ഹലോ, യുവർ ബോയ്ഫ്രണ്ട് അരുൺ, ഐ ആം ബാംഗ്ലൂർ. എൻ്റെ ബോയ്ഫ്രണ്ട് അരുൺ ബാംഗ്ലൂരോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. കുഴപ്പമില്ല. ഒന്ന് കൂടുതൽ അരുണേട്ടനെ സഹിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ഓനെന്നെ ഇപ്പം പണിയില്ലാണ്ട് ഓനെ ഞാൻ പോറ്റിക്കൊണ്ടിരിക്കുക. ഇനിയൊരു അരുൺ മാണ്ടമ്മക്ക്. ജമീല, ഒന്ന് പോടി പുല്ലേ. മനുഷ്യവർഗത്തിൽ പെടാത്ത ഇങ്ങനത്തെ ജീവിക്കുന്നതിലും ഭേദം കക്കൂസിൽ ഇറങ്ങാണെന്നോ. കക്കൂസും കുയിലിറങ്ങാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുകഴിഞ്ഞു. ഇത് കക്കൂസിൽ ഇറങ്ങുക എന്നറിയാൻ ഇനി ഷിറ്റിടാനും ഷൂ വയ്ക്കാനൊന്നും പോവാറില്ല. പറയുന്നത് കേട്ടാൽ തോന്നുന്നു ഇതൊക്കെ ആവി കൂടിയാണ് ജമീലക്ക് പോവലെന്ന്. കക്കൂസ് എല്ലാവരും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പിന്നെ പത്മിനി അച്യുതൻ, ഉടായിപ്പി എന്നാട്ടോ. മാസ്കും വെച്ച് പോയി ഫോൺ ചോദിച്ചു, ഇപ്പം കിട്ടുമെന്ന് വിചാരിച്ചു, നാണം കെട്ടു. അവന് എന്നെ മാസ്ക് ഇട്ടാൽ തന്നെ എന്നല്ല, അല്ലാതെ അവന് നന്നായിട്ടറിയാം. കാരണം എൻ്റെ വീടിൻ്റെ ഈ പരിസരത്ത് കൂടി നടക്കുന്ന ചെങ്ങായിയാണ്. പിന്നെ എൻ്റെ കോലം കണ്ടാലും അറിയാം, എൻ്റെ കാറ് കണ്ടാലും അറിയാം. എന്നിട്ടും കാറ് ഞാൻ ഒരു 200 മീറ്റർ അപ്പുറം നിർത്തിയിട്ട് പോലും അവൻ എന്നെ കാണിയും അവന് മനസ്സിലായിട്ടുണ്ട് ഞാൻ ആരാണ് എന്നുള്ളത് കേട്ടോ. ഓളെന്നെ കൂയി നാണം കെട്ടവളെ, നീ ആരാടി ഫു അയാളെ പറയാൻ. ഈ ഫു എന്താണ്? ഈ മുല്യമാർക്കൊക്കെ ഉണ്ട് സഫു പറഞ്ഞു ഊതൽ. ആ ഇഫു ആണോ? അറിയില്ല. അരുൺ KS, അടുത്ത പ്രശ്നവുമായിട്ട് ഇറങ്ങി. അരുണേ, ഇത് ഒരു പ്രശ്നമാണെങ്കിൽ അതൊരു പ്രശ്നമായിക്കോട്ടെ. ഗ്രേറ്റ് ആക്ടിങ് സിസ്റ്റർ, താങ്ക് യു. ഒരു പോസിറ്റീവ് കമൻറ്റും ഇതിലില്ലല്ലോ, പോയി മൂഞ്ചി. ഇല്ല, പോസിറ്റീവ് കമൻ്റ് ഉണ്ടായാൽ എങ്ങനെയാണ് അതെനിക്ക് റീച്ച് കയറുക?
നെഗറ്റീവല്ലേ എൻ്റെ റീച്ച്, അത് മനസ്സിലാക്കൂ. ലത്തീഫ് EVDയുടെ EVD എന്താ എനിക്കറിഞ്ഞൂടാ. വല്ലാതെ കഴുത്തിൽ ആഞ്ഞടിക്കൂ, കൊടുത്താൽ മരണം വരെ കോമയിലായിരിക്കും. ഓ, അവനോട് എൻ്റെ കഴുത്ത് നോക്കിയിട്ട് ആഞ്ഞടിക്കാൻ. അതിനത്രയും ധൈര്യമുള്ളൊരു ഡേഷിൻ്റെ മോനല്ല അത്. അങ്ങനെയാണെങ്കിൽ തിരിച്ചൊരു മര്യാദയ്ക്കൊരു വർത്താനം അവൻ പറയും. ഇനി എന്നോട് അതിനടിക്കാൻ പറഞ്ഞെങ്കിൽ ഞാനത് ചെയ്യില്ല. അത് ചെയ്യാത്തത് അവനെ പേടിച്ചിട്ടോ ഞാൻ ജയിലിൽ കയറുമെന്ന് പേടിച്ചിട്ടോ എന്നല്ല, അവനിട്ട വസ്ത്രത്തെ ഞാൻ ബഹുമാനിക്കുന്നത് കൊണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ലത്തീഫ് തന്നെ, സഹോദര, നിന്റെ കടയിൽ വന്ന് നിന്ന് ആക്രമിച്ചെങ്കിൽ അവളുടെ അടിവയറ് കേട്ടോ കലക്കാമായിരുന്നു. കാരണം നിന്നെ ആക്രമിക്കാൻ വന്നതാണ്. നിന്റെ മുഖത്ത് മുളബ്രോന്നോ അടിച്ച് പണം കൊള്ള അടിക്കാനാണ് വന്നത് എന്ന് കേസ് ഫയൽ ചെയ്താൽ തീർച്ചയായും ഇവൾ പെടും. മുത്തപ്പൻ്റെ വല്ലതും പറഞ്ഞിട്ട് ഇവൾക്ക് എന്തിനാ പൊള്ളുന്നത്? ജസ്ന എന്ന പേര് അല്ലാതെ ജാനകിയല്ലല്ലോ. ഈ പറഞ്ഞ മൊയന്ത ലത്തീഫേ, ഇവൻ്റെ ഷോപ്പ് എവിടെയാണെന്നറിയോ? കൊയിലാണ്ടി സെൻട്രൽ ജയിലുണ്ട്. സെൻട്രൽ ജയിലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇവനെ ഞാൻ ആക്രമിക്കാൻ പോയി എന്നും പറഞ്ഞ് ഇവൻ എൻ്റെ അടിവയറ്റിന് നോക്കി ചവിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതേ ചേട്ടാ എൻ്റെ അടിവയറ്റിന് ചവിട്ടിക്കോ എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു കൊടുത്ത് അടിവയറ്റിന് ചവിട്ടിക്കഴിഞ്ഞാലേ നേരെ ഇവന് അവിടുന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടുകയേ ചെയ്യുള്ളൂ. കാരണം സെൻട്രൽ ജയിലിൻ്റെ അടുത്തൊക്കെ എങ്ങനെയാണ് CCTV ദൃശ്യങ്ങൾ പതിയുക എന്നുള്ളത് ചേട്ടന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? പോരാത്തിന് തൊട്ടടുത്ത് സ്കൂളുണ്ട്, അവിടെ ക്യാമറ ഉണ്ട്. അവിടെ ഫുൾ ക്യാമറ ഉള്ള ഏരിയയിലാണ് ഞാൻ പോയത്. എന്നിട്ടും ഞാൻ ആ ഷോപ്പിൽ പോയിട്ട് കച്ചറ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അവൻ കേസ് കൊടുത്തിട്ടില്ലല്ലോ. എന്തുകൊണ്ട്? അതെന്താ നിങ്ങളാരും ചിന്തിക്കാത്തത്? ഇതുവരെ എൻ്റെ പേരിലൊരു കേസ് വരെ, എന്നെ അറസ്റ്റ് ചെയ്യാൻ വരെ, ഒരാളുടെ ഷോപ്പിൽ കയറിയിട്ട് നിങ്ങൾ പറഞ്ഞ് എൻ്റെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് അവന് കൊടുക്കാമായിരുന്നില്ലേ? അവൻ്റെ ഷോപ്പ് തെറ്റോളം പോയോളല്ലേ ഞാൻ. എന്നിട്ട് എന്തേ അവൻ കൊടുക്കാഞ്ഞ്? അപ്പം ചിന്തിച്ചോ ഞാനല്ല തെറ്റുകാരി എന്നുള്ളത്. സുബർ, പോയി ചത്തൂടെ നിനക്ക്? ഈ വീഡിയോ ഒന്ന് കഴിഞ്ഞോട്ടെ. തുടങ്ങിയിട്ട് പോയി 13 മിനിറ്റായി. 30 മിനിറ്റ് കഴിയട്ടെ, ഞാൻ പോയി ചാവാട്ടോ. സത്യമായിട്ട് ഇല്ലേ നിൻ്റെ തന്ത ചത്ത് പൊക്കോട്ടെ. റസീന, അങ്ങനെയെങ്കിൽ നീ ഒരുപാട് പേരെ അടുത്ത് പോകേണ്ടി വരുമല്ലോ ചോദിക്കാൻ. സലീം ഖാനെ കാണിച്ചു കൊടുത്തുപോലും ഒരു നല്ല കമൻറ്റ് നിനക്ക് വരുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. റസീന, ഒരുപാട് ആൾക്കാരെടുത്ത് പോയി ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നോട് പലരും പറഞ്ഞ്, റസീന എൻ്റെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആളാണെങ്കിൽ റസീനക്ക് മനസ്സിലാവും. ഇപ്പോൾ പലരും എന്നെ ഫോൺ ചെയ്യുന്നത് ഞാൻ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ 100 കമൻറ്റ് നെഗറ്റീവ് അയക്കുന്ന സമയത്ത് എന്നെ സ്നേഹിക്കുന്ന, കമൻ്റ് ഇടാത്ത പോസിറ്റീവായിട്ടുള്ള ആൾക്കാരും ഉണ്ട് ഈ ലോകത്ത് എന്നുള്ളത് അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ എന്താക്കുന്നത്, ഈ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അതും പോരാത്തത് കൊണ്ട് പിന്നെ വേറെന്താ ഇനി പറഞ്ഞത്? സലീം ഖാനെ കാണിക്കുന്നതും കാണിക്കാത്തതൊക്കെ എൻ്റെ ഇഷ്ടമാണ്.
അതും നീ ഇതാക്ക്. വേറെന്തോ പറയാൻ വന്നിട്ടുണ്ടായി, അതങ്ങ് പോയി. അടുത്തത് നോക്കാം നമുക്ക്. നിൻ്റെ ക്യാമറാമാൻ എന്തായാലും കൊള്ളാം. എൻ്റെ ക്യാമറാമാൻ എൻ്റെ മോനാണ്. അയാൾ ഒരു പാവമായത് തനിക്ക് നന്നായി. അയാൾ പാവമായത് കൊണ്ടല്ല, അയാളുടെ അടുത്ത് തെറ്റുണ്ട് എന്ന് അയാൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. ജസ്നി ആരാന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അതിനേക്കാട്ടിലപ്പുറം സലീം ആരാണ് എന്നുള്ളത് നല്ല അസലായിട്ട് അയാൾക്ക് അറിയാവുന്നതാണ്. സലീമിൻ്റെ സുഹൃത്താണ് അവന്. അതും പോരാത്തതിന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, പലയിടങ്ങളിൽ നിന്നും നായി കുരയ്ക്കും, അത് കേട്ടിട്ട് നമ്മൾ പ്രതികരിക്കാൻ പോയാൽ നമുക്കതിനല്ലേ നേരം കിട്ടുള്ളൂ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ. അപ്പം ഞാൻ അവരോട് പറയാറുണ്ട്, എന്തെന്നറിയോ, റോട്ടുമ്മ കിടന്ന് നായി ഉരിക്കുന്നതിൽ നമുക്ക് വിരോധമില്ല. പക്ഷെ നമ്മുടെ തൊട്ടടുത്ത് നിന്ന് നായി ഉരിക്കുമ്പോൾ ഒരു കല്ലെടുത്തെറിയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആർക്കും ഒന്നും പറയാനില്ല. അപ്പോൾ അതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. എൻ്റെ തൊട്ടടുത്ത അയൽവക്കം എന്ന് പറയാവുന്ന ഒരുത്തനോടാണ് ഞാൻ പോയി ചോദിച്ചത്. അടുത്തത് പട്ടി ഷോ, എന്നിട്ട് പന്നിയുടെ ഫോട്ടോയും വെച്ചേക്ക്. എന്തൊരു മൊണ്ണയാണ് ഈ മൊണ്ണ എന്നുള്ളത് എനിക്കെന്നെ മനസ്സിലായിട്ടില്ല. മൊണ്ണെ എന്നെപ്പോലെ മൊണ്ണ വേറെ ആരെങ്കിലും ഉണ്ടോ മൊണ്ണെ? പട്ടി ഷോ എന്ന് പറഞ്ഞിട്ട് പന്നിയുടെ ഫോട്ടോ തന്നെ കിട്ടാനില്ലേ നിനക്ക്? എന്നിട്ട് എന്തിനാ പന്നിയുടെ ഫോട്ടോ വെച്ചത്? അത് വളരെ മോശമായിപ്പോയി. അത് എന്നെ ഇൻസൾട്ട് ചെയ്തതിന് തുല്യമായിപ്പോയി. അതേ കമൻ്റ് തന്നെ പോയിപ്പോയി. ഓൻ്റെ ഒരു കാര്യം. സീനത്ത്, ഏത് സലീം? എന്താ, ജംഗ്ഷനിലുള്ള സലീമാണോ? അതെ, ജംഗ്ഷനിലുള്ള. അറിയാവോ? അങ്ങ് ദുബായ് ജംഗ്ഷനിലുള്ള. ജവാൻ, സലീം സങ്കല്പ ഗന്ധർവൻ ആകും. അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നിവൾ ജീവിച്ചിരിപ്പുണ്ടാകില്ല. ആങ്ങളുടെ കൂടെ ജിലം ആയിട്ട് നടക്കുകയും ഇല്ലായിരുന്നു. സലീം ജീവിച്ചിരിപ്പില്ലെങ്കിൽ നിങ്ങൾ ആരും വിഷമിക്കണ്ട, ഞാൻ വിധവാ പെൻഷൻ മേടിച്ചോളും. നിങ്ങളോട് ആരെങ്കിലും പറയുന്നുണ്ടോ മാസം വിധവാ പെൻഷൻ മേടിക്കാൻ പോരാന്? സലീം ജീവിച്ചിരിപ്പില്ലേ? ഇല്ല, പ്രശ്നം തീർന്നില്ലേ? നിഷു മോൾ, തോറ്റ് തുന്നം പാടിപ്പോയി. ആര്? നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ ഞാൻ തോറ്റു. ഞാൻ എവിടെ തോറ്റു എന്നാണ് പറയണ്ടേ? എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഞാൻ ഒന്ന് പതറിയിട്ടുണ്ടായിരുന്നു, അത് അയാളുടെ വേഷം കണ്ട സമയത്ത്. പിന്നെ ഞാൻ അടിക്കാൻ തക്കത്തോണം തന്നെയാണ് പോയത്. പക്ഷെ ആ വേഷം കണ്ടപ്പം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അയ്യപ്പൻ ഉണ്ടായിരുന്നു. ആ അയ്യപ്പനെ ഞാൻ നോക്കൽ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. വീട് വരെ ഡെയിലി മാസത്തിലോ 5 ദിവസവും കൂടുമ്പോൾ അടിച്ചു വാരി തുടയ്ക്കുന്നത് ഞങ്ങൾ ഡെയിലി അയ്യപ്പനുള്ളത് കൊണ്ട് അടിച്ചു വാരി തുടയ്ക്കുക വരെ ചെയ്തിട്ട് അത്രമേൽ വൃത്തിക്ക് കൊണ്ടുകൊണ്ടെടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടൊരു വിഷമം വന്ന് പിന്നീട് ഞാൻ ഇതായിപ്പോയതാണ്. അല്ല, ഞാൻ ഒരു പതറിയിരിക്കും. പക്ഷേ നിങ്ങൾ കേട്ടത് മുഴുവനവും കട്ട് ചെയ്ത ഭാഗങ്ങളാണ്. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താ, ആ നായിൻ്റെ മോന് നന്നായിട്ടറിയാം. അതുകൊണ്ടല്ലേ അവനൊരു കേസ് പോലും കൊടുക്കാൻ നിൽക്കാതിരുന്നത്. അല്പം നിങ്ങൾക്ക് ചിന്തിച്ചാൽ മതി. അവന് കണക്കിന് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. എന്താ, വിസമ്മതം. കോടതി ഇവളെ പൊതു ശല്യമായി പ്രഖ്യാപിക്കണം. പിന്നെ കോടതിക്ക് അതാണല്ലോ പരിപാടി, ജസ്റ്റ് പൊതു ശല്യം എന്ന് പറയാൻ. കോടതി എന്ന് പറയുന്നതേ നീ പറയും പോലെ പിള്ളേർ കളിക്ക് ഉള്ളതല്ല കേട്ടോ. എടി പുലിയാടി ഡി മോളെ, എന്തോടാവത്തെ? നല്ല ആൺകുട്ടികളോട് കളിക്കടി. എടാ എന്തെന്നാ എന്തോ ഒരു, എനിക്ക് പേര് വായിക്കാൻ എനിക്ക് കിട്ടുന്നില്ല, കാരണം ഇവനൊക്കെ ഒറിജിനൽ ഐഡിയിലും വരൂലാലോ. നല്ല ആൺകുട്ടി എന്ന് ഉദ്ദേശിച്ച നീ നിൻ്റെ തന്തേനെ തന്നെയാണോ? അത് ഞാനോ അല്ല പറയേണ്ടത്, നിൻ്റെ തള്ളയാണ് പറയേണ്ടത്. എനിക്കറിയില്ല നീ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. നിനക്ക് ഇതൊന്നും പറയാൻ
പറയാനും ചോദിക്കാനുമുള്ള അധികാരമില്ല. കാരണം നിന്റെ വായിൽ കൂടി വരുന്നത് വിസർജനമാണ്. ആ ഇനിയും വിശ്വാസമായില്ല? എൻ്റെ വായിൽ കൂടി എവിടെയാണ് വരുന്നതെന്നൊന്നും കാണുന്നല്ലോ. വന്നില്ലല്ലോ. എന്തിനങ്ങനെ കള്ളത്തരം പറയുന്നത്? കള്ളത്തരം പറഞ്ഞാൽ നിൻ്റെ കണ്ണു പൊട്ടിപ്പോവില്ലേ? അനുമോൾ, ആ കുരങ്ങന് നാണമില്ലേ ഇതുപോലെ കമൻ്റ് ഇടാൻ? സ്വാമി തന്നെ ഒരാളെങ്കിലും നല്ലത് പറഞ്ഞല്ലോ. പ്രതികരിച്ച ജസ്ന സലീമിന് ബിഗ് സല്യൂട്ട്. ആ കൂതറക്ക് ഒന്ന് ഒതുങ്ങിപ്പോയി. സത്യ അനുമോളെ. പിന്നീട് അവൻ കമൻ്റ് ഇടാൻ വന്നിട്ടില്ല. അത്രക്ക് ധൈര്യമുള്ള ഗഡ്സ് ഉള്ളവനാണെങ്കിൽ കമൻ്റ് ഇടാൻ വരൂലായിഞ്ഞോ? അതവൻ വന്നില്ല. അബ്ദുൽ റഷീദ്, വടി കൊടുത്ത് അടി വാങ്ങിയതല്ലേ ജസ്ന? വെറുതെ കമൻ്റ് ഇടുന്നവരെ ചൊറിയാൻ പോയതല്ലേ? ഇത് വെറുതെ കമൻ്റ് ഇടുന്നല്ല, ഇവൻ ഒരുപാട് കാലമായി കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നു. സലീമിനെ നാണം കെടുത്തണം എന്നുള്ള രീതിയിലാണ് ഇവൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സലീമിൻ്റെ ഒരു പഴയകാല സുഹൃത്താണ്. അപ്പോൾ സലീം കുറേ കാലമായി ഇങ്ങനെ പറയുന്നുണ്ട്, ജെസ്സി ഇങ്ങനെ സംഭവമുണ്ട്. ഞാൻ കമൻറ്റ് ബോക്സൊന്നും നോക്കാറില്ല, ആകെ നോക്കുന്നത് ഈ യൂട്യൂബിൻ്റെത് മാത്രമാണ്. അത് നിങ്ങൾക്ക് മറുപടി തരണ്ടേ, മറുപടി തരുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് നോക്കുന്നത്. അപ്പം ഇവിടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആളാണ്. അങ്ങനത്തെ ആളെ ഞാൻ അടക്കിയിട്ടില്ലേ, പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സുധാ ശിവദാസൻ, ഇവൾക്ക് ആരുടെ മുതുകത്ത് വേണമെങ്കിലും കേറാം. ഇവൾക്ക് കാണിക്കുന്നതൊക്കെ ശരിയായും നാശം പിടിച്ച സാധനം. ഇവൾ കാണിക്കുന്നതൊക്കെ ശരിയും നാശം പിടിച്ച സാധനമൊന്നും എന്താ ഉദ്ദേശിച്ചത്? എനിക്കറിയില്ല. ഇവളെ പറശ്ശിനിക്കടവ് കയറ്റാതിരിക്കാൻ കോടതി ഇടപെടണം. അത് നിൻ്റെ ചത്തുപോയ തന്ത കണാരം വിചാരിച്ചാലും നടക്കൂല. പറശ്ശിനിക്കടവ് അവിടുത്തെ മുത്തപ്പൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ജാതിയോ മതമോ ഇല്ല, ആർക്ക് വേണമെങ്കിലും എൻ്റെ അടുത്ത് വരാമെന്ന്. അത് ഒരു കോടതിക്കും മാറ്റാൻ പറ്റൂല കേട്ടോ. മുത്തപ്പൻ വരേണ്ടി വരും അത് മാറ്റണം എന്നുണ്ടെങ്കിൽ. അതിനിപ്പോൾ എനിക്ക് മുത്തപ്പനെ കൊണ്ടുവരാൻ ഇപ്പോൾ പറ്റിയെന്ന് വരില്ല കേട്ടോ. പിന്നെ ഷാഹിന കബീർ, എന്താ കൻബീർ എന്ന ഒരാളെ കൊണ്ട് ഒന്നും പറയിപ്പിക്കാതെ ഒരു ഞാനും മുതലാളിയോ ആരോ ആയിക്കോട്ടെ. ജലീൽ, മുസ്ലിം സ്ത്രീകളോടാണ് പ്ലീസ്, ഇവളുടെ വീഡിയോക്കാരും കമൻ്റ് ഇടാൻ വരരുത്. അത് അവൾക്ക് വീഡിയോ ഉണ്ടാക്കി മുസ്ലിങ്ങളെ തെറി പറയും. ഞാൻ പറയും, എന്നെ തെറി പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പറയും. നീ പോക്കാ ഡേഷ് മോളെ. ആയിക്കോട്ടെ. സലീംക്ക, ഓ കബീറാണ് ഇട്ട്, സലീംക്ക എന്ന് പറഞ്ഞിട്ട് ഇട്ടത്. നിനക്ക് നാണമുണ്ടോ എടി കുരിപ്പേ? മുസ്ലിം നാമവും ഇട്ട് കേരളത്തിൽ വർഗീയ വിത്ത് പാകാൻ ഉളുപ്പുണ്ടോ? നിൻ്റെ ഉദ്ദേശം ഇതല്ലേ? അത് അഷ്കറിൻ്റെ ഉദ്ദേശമായിരിക്കും. ഞാൻ ഈ മുസ്ലിംസിനെ പറയുന്നുണ്ടെങ്കിൽ മുസ്ലിംസ് എന്നെ തിരിച്ച് ഇങ്ങോട്ട് തെറി പറയുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് തെറി പറയുന്നത്. കമൻറ്റ് സഹിതം ഞാൻ വായിക്കുന്നുണ്ട്, എന്നിട്ട് ഞാൻ തംബ്ലൈൻ സഹിതം പറയുന്നുണ്ട്. നിങ്ങൾ കയറി നോക്കൂ എന്നുള്ളത്. ഞാൻ വെറുതെ പറയുന്നതാണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇവളെ ഇങ്ങനെ അയിഞ്ഞാടാൻ വിട്ടാൽ ഇവളുടെ നാട്ടുകാർ നടുവിരൽ നമസ്കാരം. നാട്ടുകാർക്ക് നടുവിരൽ നമസ്കാരം. ഫക്ക്, അതാണ് ഉദ്ദേശിച്ചത്. ഹോം ചെലീം. ഓ ശരി. ഈ ഒരു മുസ്ലിം അല്ലേ? ചോദിച്ചത് തെറ്റാണ്.
ചോദിച്ചത് തെറ്റാണെങ്കിൽ ഇനി ചോദിക്കാൻ നിൽക്കണോ? സാമിയായി ഇട്ടൂടെ? സാമിയ ആട്ടി ഇട്ടൂടെ എന്നോ? ആ പോത്തിനെ ഓള് പണി നോക്കട്ടെ. സാമിക്ക് പേടിക്കണ്ട, ഓളാണ് പോയി ചാകേണ്ടത്. ഓ ശരി, നീ നല്ല മാന്യൻ തന്നെ ആണല്ലോ, അത് മതി. ഒക്കെ എന്നെ ഉദ്ദേശിച്ചാട്ടോ. ഷിഹാബ്, ഈ ഓരോരുത്തർ പേര് വായിക്കാത്തത് ഇങ്ങനെ പേര് വായിക്കാൻ ഒഴിവില്ലാത്ത രീതിയിൽ ഇട്ടത് കൊണ്ടാട്ടോ. ഇവളെ ആരും സപ്പോർട്ട് ചെയ്യരുത്. വിനോദേട്ടാ, നിങ്ങളാണ് സൂപ്പർ. ഓ ശരി, തെറ്റ് ചെയ്ത് പീഡിപ്പിച്ചവൻ്റെ ഭാഗത്ത് നിൽക്കാൻ ആൾക്കാർ എന്ന് പറഞ്ഞതിൻ്റെ മാതിരിയായി നമ്മുടെ ഈ കാലത്തെ കാര്യം. ശരിയാണല്ലോ, മുത്തപ്പൻ്റെ തൂങ്ങുന്നതിന് എല്ലാ ഹിന്ദുക്കൾക്കും ഒന്നിച്ച് എതിർക്കണം. ഞാൻ മുത്തപ്പൻ്റെ നമ്മൾ തൂങ്ങാൻ പോയിട്ടില്ല. മുത്തപ്പൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. മുത്തപ്പനെ പറ്റി പറയുമ്പോൾ ശ്രദ്ധിച്ചോട്ടോ. ഒരു ദിവസം കൊണ്ട് ഫാനായി മാറിയതാണ്. കാരണം അനുഭവം കൊണ്ട് അത്രയ്ക്ക് പവറുള്ള ഒരാളാണ്. സ്നേഹമുള്ള ഭർത്താവാണെങ്കിൽ ഒരു ലൈവിലെങ്കിലും വന്ന് കാണിച്ച് ഭാര്യയെ ഒന്ന് രക്ഷിക്കണ്ടേ? എല്ലാവരെയും മുമ്പിൽ നാണം കെടുത്താതെ. ഇത് ഞാൻ ഇതേപോലെ സലീമിന് അയച്ചു കൊടുക്കാം. എന്നിട്ട് സലീം എന്ത് പറയുന്നു എന്നുള്ളതും കൂടി ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം. കേട്ടോ, അതായിരിക്കും നല്ലത്. അതേപോലെ ഞാൻ സലീമിന് ഫോർവേഡ് ചെയ്തെടുത്തേക്കിനി ഇല്ല എന്ന് പറയണ്ട, ഇപ്പം തന്നെ കാണിച്ചു തരാവേ. സലീമിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. സലീമ തീരുമാനിക്കട്ടെ കേട്ടോ. സലീമോ, എല്ലാവരും വിശ്വസിക്കുന്നു. അതിന് സലീം എവിടെ? ചത്തുപോയി. ഞാൻ ഒരു വിടി ഇവനോടൊന്ന് മറുപടി പറഞ്ഞാൽ ശരിയാവില്ല. ചേട്ടൻ പൊളി. ഓ പ്രിയ നാട്ടുകാരെ, ഇവളെ കൈകാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. പ്രിയ നാട്ടുകാരെ, ഞാൻ വിചാരിച്ചു മറ്റേ പ്രിയനെ പറ്റിയാണ്. ഇവളുടെ വായ അടിച്ചു പൊട്ടിക്കാൻ പറ്റിയ സഹോദരന്മാർ രംഗത്ത് വരുമോ? കൊല്ലരുത്. ഒരു മനുഷ്യനെ വെച്ച് പറയുന്ന ഇവളെ രണ്ട് കാല് കൈയും നമുക്കെല്ലാവർക്കും ഒത്തുകൂടിയാലോ? എത്ര ചിലവ് വന്നാലും വേണ്ടിയില്ല, ഞാൻ റെഡിയാണ്. കൂടെ നിൽക്കാൻ ആരുണ്ട്? ഈ മതങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വിഷജന്തുവിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നമുക്ക് സഹോദരങ്ങളെ നല്ല പേര് നിലനിർത്താനും പ്ലീസ് മുന്നോട്ട് വരിക. എന്താ റിദാക്ക്, ഇതെനിക്ക് നല്ലൊരു കാര്യമാണ് മോൻ അയച്ചു തന്നത്. പിന്നെ റിദാക്കെ, എന്നോട് അങ്ങനെ പെരുമാറാൻ തക്കത്ത നാട്ടുകാർ ഞങ്ങളുടെ നാട്ടിലില്ല കേട്ടോ. അതും കൂടി ഒന്ന് കുഞ്ഞ് മനസ്സിലാക്കിക്കോളാൻ നല്ലത്. ആ മെസ്സേജ് എന്നെ പോയി കുറച്ച് ഞാൻ അങ്ങ് അടിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ മെസ്സേജ് ഉണ്ട്, ഏകദേശം സമയവും കണക്കായിട്ടുണ്ട്.
അപ്പം ഈ റിതാക്ക് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ നാട്ടിലുള്ള സഹോദരന്മാർ എൻ്റെ കാലും കൈയും തല്ലി ഒടിക്കാൻ വരാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കുമോ, എത്ര പൈസ വേണമെങ്കിലും അയാൾ തരാമെന്നാണ് പറഞ്ഞത്. ഇത് നേരെ സൈബർ സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനൊരു ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞ് കൊടുത്താൽ ഇവന് സകല ID സഹിതം എനിക്ക് കിട്ടും. അത് ഞാൻ ചെയ്യുകയും ചെയ്യും, നാളെ തന്നെ പോയിട്ട് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ഇവന് എൻ്റെ കൈയും കാലും ഒന്ന് തല്ലി പൊട്ടിക്കോ എന്നുള്ളതൊന്നും അറിയാൻ വേണ്ടിയിട്ട്, അല്ലാതെ വേറൊന്നിനും പേടിച്ചിട്ടല്ല. മരുന്നില്ലെങ്കിൽ നല്ലൊന്ന് പറഞ്ഞു തരാം, ഒറ്റ കമൻറ്റ് പോലും ഇല്ല. മരുന്നില്ലെങ്കിൽ നല്ലത് പറഞ്ഞ് ഒറ്റ കമൻറ്റ് പോലും ഇല്ല എന്നോ. ഓഫാക്കിക്കൂടെ കമൻറ്റ്? ഇല്ല, ഓഫാക്കാൻ സൗകര്യമില്ല. ഫെമിന, ഹൈന്ദവ വിശ്വാസികൾ ഇവളെ എല്ലാ വക ഇറച്ചി തിന്നുന്നല്ലോ. അമ്പലത്തിൽ കയറാൻ എത്ര വലിയ തെറ്റാണ് ഇവൾ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഇത് എതിർക്കണം. അവൾക്ക് മതം മാറിക്കൂടെ? എന്നാൽ പ്രശ്നമില്ലല്ലോ. ഫെബിന, ഞാൻ ഇറച്ചി മീനും കൂട്ടുന്നുണ്ടെങ്കിൽ ഞാൻ കുളിച്ചിട്ടേ അമ്പലത്തിലും പോവാറുള്ളൂ, വരയ്ക്കാറുള്ളൂ. അതെനിക്ക് നിന്നാന്നില്ല, ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ദൈവത്തെ ബോധിപ്പിച്ചാൽ മതി കേട്ടോ. ഫാത്തിമ, അരുണേട്ടനാണോ വീഡിയോ എടുത്തത്? അല്ല, എൻ്റെ മോനാണ് എടുത്തത്. ഷെരീഫ് അല്ല, എന്താ ഷെഫീർ, നീ പോടി, നീയും പോടാ. നിയ, നാട്ടുകാർക്കൊരു ശല്യമായി വരികയാണ് ഇവൾ. കാപ്പ ചാർത്തി ജയിലിൽ ഇടണം. എല്ലാ മതക്കാർക്കും ശല്യമായ ഇവൾ വരികയാണ്. പോലീസ് ഇവളെ അടയ്ക്കണം. പിന്നെ ഇങ്ങക്ക് പറയുമ്പോൾക്ക് പോലീസ് എൻ്റെ പേർക്ക് കാപ്പ ചുമത്താൻ നിൽക്കുകയാണല്ലോ. ആദ്യം നിൻ്റെ പേർക്കുള്ള കാപ്പ ഒന്ന് ചുമത്താതെ നിൻ്റെ നാട്ടിൽ പോസ്റ്റർ ഒട്ടിക്കാതെ നോക്കാൻ ഷെനീദാണ് ശ്രമിക്കേണ്ടത് കേട്ടോ. സ്വാമിയെ തെറി പറയാൻ നീ വിവരം അറിയും. അന്തസ്സുള്ള ഹിന്ദുക്കൾ ഉണ്ട് നിനക്ക് മറുപടി തരാൻ. എന്നിട്ട് ഒരു അന്തസ്സുള്ള ഒരൊറ്റ ഹിന്ദു പോലും മറുപടി പറയാൻ വന്നില്ലല്ലോ സ്വാമിയെ തെറി വിളിച്ചെന്ന് പറഞ്ഞിട്ട്. ഏതെങ്കിലും ഒരൊറ്റ ഹിന്ദു മതസ്ഥൻ വന്നോ ജസ്റ്റിന് സ്വാമിയെ തെറി വിളിച്ചെന്ന് പറഞ്ഞിട്ട്? വരൂല. എന്നിട്ട് പോയിട്ട് അണ്ടി കിട്ടിയോ? അവൾ ആയിരുന്നെങ്കിൽ അണ്ടി പോയത്. കിട്ടിയില്ലെങ്കിൽ മാമ കേസ് കൊടുക്കും. താത്ത സലീം കാക്കയുടെ അണ്ടി ഇവന് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല, ശരിയാവില്ല വായിച്ചാൽ. നീതു, നിന്നെ കണ്ടാൽ പിന്നെ നല്ലത് പറയാൻ തോന്നുമോ? തോന്നണ്ട നീതു, നിനക്ക് പറ്റുന്നത് പറഞ്ഞാൽ മതി. എന്നെ കണ്ട് നല്ലത് പറയണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സ്വന്തമായി കാറൊക്കെ ഉണ്ട് അല്ലേ? 2 എണ്ണം, 1 BMW ഉണ്ട്. നീ ചെയ്തത് ശരിയല്ല, ഹിന്ദു വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതാണ്. നീ ജോലി ചെയ്ത് ജീവിക്കാൻ നോക്ക്. ഇപ്പോൾ ജനറേഷൻ ലൈസൻസ് പ്രിൻ്റ്, കമ്പ്യൂട്ടർ പ്രിൻ്റ് എല്ലാം ലഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ നീ കൃഷ്ണനെ വരച്ച് വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ നിൽക്കണ്ട. അത് നിനക്ക് നല്ലതല്ല. ഇനി പറയില്ല. ക്ഷമിക്കുന്നതിന് പരിധിയുണ്ട്. ഇതൊരു താക്കീത് മാത്രമാണ്. ഗുരു ആദ്യം സ്വന്തം ID ഇടാനുള്ള അന്തസ് കാണിക്കട്ടെ, എന്നിട്ട് താക്കീതടിക്കാൻ വാ. അതാണ് വേണ്ടത്. ഗുരു തന്നെ. ആദ്യം ഇവൾ ഒരു തീരുമാനമെടുത്തു. ഒന്നുമില്ലെങ്കിൽ മുസ്ലിം, അല്ലെങ്കിൽ ഹിന്ദു. ഇത് രണ്ടുമല്ലാതെ ഇവൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി റീച്ചിനു വേണ്ടി ഇനി മുത്തപ്പനെയും കൂടി ഇരയാക്കുന്നു. ഓ ശരി ഗുരു. അഞ്ജന, ഇതിൽ ഞാൻ ഇവളെ കൂടെയാണ്. എന്തായാലും ഇവൾക്ക് ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. മുത്തപ്പൻ്റെ
അടുത്ത് ഏത് മതസ്ഥർക്കും പോകാം. അവർക്ക് ഇവൾക്കും എത്ര നാൾ ഒന്നും അല്ല. മാലയിട്ട സ്വാമിയെ അരക്കു ചുട്ടിപ്പിടിച്ചു തന്നോട് ചേർത്തു നിർത്തിയവളാണ് എങ്കിൽ ഇവളോട് ഞാൻ യോജിക്കുന്നു. ഇതെന്താ മനസ്സിലായില്ല. ഇതിൽ ഞാൻ ഇവളുടെ കൂടെയാണ്. എന്തായാലും അയാൾ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. മുത്തപ്പൻ്റെ അടുത്ത് ഏത് മതസ്ഥർക്കും പോകാം. ഇവൾ അത്ര നല്ലവളൊന്നുമല്ല. മാലയിട്ട സ്വാമിയെ ആർക്കും ചുട്ടി പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തുകയാണ് എങ്കിൽ ഇവനോട് ഞാൻ യോജിക്കുന്നില്ല. എന്ന് വെച്ചാൽ എന്നോട് എൻ്റെ കൂടെയാണ്, പക്ഷേ എൻ്റെ പല കാര്യത്തിലും ഇവളെ എതിർക്കുന്നുണ്ട്. അയ്യപ്പനെ എല്ലാവരും ചേർത്ത് പിടിക്കുകയാണ്, പക്ഷേ ഇതിൽ ചേർത്ത് പിടിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് കവി ഉദ്ദേശിച്ചത്. ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. കൃഷ്ണനെ വിട്ട് മുത്തപ്പനെ പിടിച്ചോ, ഇനി അടുത്ത കച്ചവടം മുത്തപ്പനെ വെച്ച്. സിദ്ദീഖാണ് ഇട്ടത്. ഒരു ശീലാവതി. ശരി. ചാവിടുന്നു എന്തോന്നു. അയാൾ സ്വാമി ആയത് നിന്റെ ഭാഗ്യം. അല്ലുമ്മറേ, ഒരിക്കലും അല്ല ഉമ്മറേ. അയാൾ സ്വാമി ആയത് എൻ്റെ ഭാഗ്യമല്ല, അയാളുടെ ഭാഗ്യം. അങ്ങനെയാണ് ഉമ്മറെ പറയേണ്ടത്, അല്ലാണ്ട് ഇങ്ങനെയല്ല. എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. ഇവരൊക്കെ ഏതും അവൻ്റെ പേരും കൂടി ഞാൻ പേര് വായിക്കാനില്ല, വ്യാജ ഐഡിയ. ഇനി ഒരുപാട് നിങ്ങൾക്ക് കാണുന്നില്ല. ഇവിടെ അയ്യോ കാണുന്നുണ്ടോ ഗൈസ്? ഇനി ഒരുപാട് മെസ്സേജുകൾ കിടക്കുന്നുണ്ട്. ഇതൊക്കെ വായിച്ച് കഴിയുമ്പോഴേക്കും നമ്മളെന്താക്കും, നേരം വെളുത്ത് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇത്രയും മെസ്സേജുകളുണ്ട്. അപ്പം ഞാൻ കുറച്ച് 30 മിനിറ്റ് മെസ്സേജ് ഞാൻ വായിച്ചിട്ട് 30 അല്ല 37 മിനിറ്റ് മെസ്സേജുകൾ വായിച്ചിട്ടുണ്ട്. അപ്പം അത്രേ എനിക്കിപ്പോൾ വായിക്കാൻ പറ്റുള്ളൂ. ലോങ് ലെങ്ത് ഉണ്ടാക്കിയിട്ടൊരു കാര്യവുമില്ല. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്കിതിൽ എന്താണ് അഭിപ്രായം പറയാനുള്ളതെന്ന് വെച്ചാൽ വീണ്ടും രേഖപ്പെടുത്തുക. ലേറ്റായിട്ടാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് മറുപടിയായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പം അധികം ലോങ് ലെങ്ത് ആക്കുന്നില്ല. ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ഓക്കെ, ടാറ്റാ.